ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ശീതകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിവസവും പാർലമെന്റ് പ്രക്ഷുബ്ധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. മണിപ്പൂർ GST ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. വോട്ടിംഗ് മെഷീനുകളിലെ കാൻഡിഡേറ്റ് സെറ്റിംഗ് നാളെ മുതൽ. വോട്ടെടുപ്പ് ദിവസങ്ങളിൽ പൊതു അവധി പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ. കേരളത്തിൽ SIR നടപടികൾ തുടരാമെന്ന് സുപ്രീംകോടതി. സമയപരിധി നീട്ടണമെന്ന ആവശ്യത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ 2 ദിവസത്തിനകം തീരുമാനമെടുക്കണമെന്നും നിർദ്ദേശം. നാവികസേനാ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ തിരുവനന്തപുരത്തെത്തും. പരിപാടിയുടെ മുന്നൊരുക്കങ്ങൾ ശംഖുമുഖത്ത് പൂർത്തിയായി. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ. വാർത്തകൾ വിശദമായി. ശീതകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിവസവും പാർലമെന്റ് പ്രക്ഷുബ്ധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിയാണ് പ്രതിപക്ഷം പ്രതിഷേധിച്ചത്. രാവിലെ സഭാ സമ്മേളനം ആരംഭിച്ചപ്പോൾ തന്നെ കോൺഗ്രസ്, DMK, തൃണമൂൽ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധം ആരംഭിച്ചു. SIRൽ അടിയന്തര ചർച്ച ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. പ്രതിപക്ഷ ബഹളത്തിനിടെ മണിപ്പൂർ GST ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. സംസ്ഥാനത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം പുരോഗമിക്കുന്നു. തിരഞ്ഞെടുപ്പ് യോഗങ്ങളും വീടാന്തരം കയറിയിറങ്ങിയുള്ള പ്രചാരണവും വാർഡുകളിൽ പുരോഗമിക്കുകയാണ്. വോട്ടെടുപ്പ് നടക്കുന്ന ദിവസങ്ങളിൽ പൊതു അവധി പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. ഡിസംബർ 9 തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകൾക്കും 11 തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്കുമാണ് അവധി. എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. വാണിജ്യ സ്ഥാപനങ്ങൾക്ക് വേതനത്തോടുകൂടിയ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പിനായി വോട്ടിംഗ് മെഷീനുകളിൽ നാളെ മുതൽ കാൻഡിഡേറ്റ് സെറ്റിംഗ് നടത്തുമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. വിശദാംശങ്ങളിലേക്ക്. പഞ്ചായത്ത് തലത്തിൽ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിവയ്ക്കായി 3 ബാലറ്റ് യൂണിറ്റുകളും 1 കൺട്രോൾ യൂണിറ്റുമാണ് സജ്ജമാക്കുന്നത്. മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തലത്തിൽ 1 വീതം ബാലറ്റ് യൂണിറ്റും കൺട്രോൾ യൂണിറ്റുമാണ് സെറ്റ് ചെയ്യുന്നത്. ഓരോ തലത്തിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ക്രമനമ്പർ, പേര്, ചിഹ്നം എന്നിവയടങ്ങിയതാണ് ബാലറ്റ് ലേബൽ. സ്ഥാനാർത്ഥികളുടെയും പ്രതിനിധികളുടെയും സാന്നിധ്യത്തിലാണ് കാൻഡിഡേറ്റ് സെറ്റിംഗ് നടത്തുക. ഗ്രാമപഞ്ചായത്തിന്റെ ബാലറ്റ് ലേബൽ വെള്ള നിറത്തിലും, ബ്ലോക്ക് പഞ്ചായത്തിന്റേത് പിങ്ക് നിറത്തിലും, ജില്ലാ പഞ്ചായത്തിന്റേത് ഇളം നീല നിറത്തിലുമുള്ളതാണ്. നഗരസഭകളിൽ വെള്ള നിറത്തിലുള്ള ബാലറ്റ് ലേബലുകളാണ് ഉപയോഗിക്കുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിൽ മോക്ക് പോൾ നടത്തിയ ശേഷം സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കുന്ന മെഷീനുകൾ വോട്ടെടുപ്പിന്റെ തലേദിവസം പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് കൈമാറും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള റീൽസുകളും മറ്റ് ഉള്ളടക്കവും നിരീക്ഷിക്കുന്നത് കർശനമാക്കാൻ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സൈബർ വിഭാഗത്തിന് നിർദ്ദേശം നൽകി. പ്രാദേശിക വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കുന്ന പാരഡി ഗാനങ്ങൾ, വോയിസ് ക്ലിപ്പുകൾ, വീഡിയോകൾ, അനിമേഷനുകൾ, ഇമേജ് കാർഡുകൾ എന്നിവ പ്രത്യേകമായി നിരീക്ഷിക്കും. അനൗൺസ്മെന്റുകളിൽ ജാതി, മതം ഉൾപ്പെടെയുള്ള സ്വകാര്യ വിവരങ്ങൾ പരാമർശിക്കുന്നത് മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനമാണെന്നും കമ്മീഷൻ അറിയിച്ചു. തദ്ദേശ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കോഴിക്കോട് കോർപ്പറേഷനിൽ പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല, CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ, BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ എന്നിവർ പ്രചാരണത്തിന് എത്തി. ജില്ലയിൽ നിന്നുള്ള മന്ത്രിമാരും MPമാരും MLAമാരും സംസ്ഥാന നേതാക്കളും തന്നെയാണ് പ്രചാരണത്തിന് പ്രധാനമായും നേതൃത്വം നൽകുന്നത്. ബോർഡ് എഴുത്തുകളും നേരിട്ടുള്ള വോട്ടഭ്യർത്ഥനക്കും പുറമെ സാമൂഹ്യ മാധ്യമങ്ങൾ കേന്ദ്രീകരിച്ചും പ്രചാരണം ശക്തമാണ്. കോഴിക്കോട് കോർപ്പറേഷനിൽ 326 സ്ഥാനാർത്ഥികളാണ് വിവിധ മുന്നണികൾക്കായും സ്വതന്ത്രരായും മത്സരിക്കുന്നത്. 7 മുനിസിപ്പാലിറ്റികളിലേക്ക് 863 പേരും മത്സരരംഗത്തുണ്ട്. കേരളത്തിൽ SIR നടപടികൾ തുടരാമെന്ന സുപ്രീംകോടതി. എന്യൂമറേഷൻ ഫോമുകൾ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി നീട്ടണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യത്തിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ 2 ദിവസത്തിനകം തീരുമാനമെടുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ സമയപരിധി നീട്ടണമെന്ന ആവശ്യം ന്യായമാണെന്നും ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ബെഞ്ച് നിരീക്ഷിച്ചു. ഫോമുകൾ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി ഡിസംബർ 4 നിന്നും 11 ഇതിനകം നീട്ടിയതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചു. തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്ക് ഫോമുകൾ അപ്ലോഡ് ചെയ്യാൻ മതിയായ സമയം നൽകണമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
നാവികസേനാ ദിനാഘോഷങ്ങൾക്കൊരുങ്ങി തിരുവനന്തപുരം. ശംഖുമുഖത്ത് നാളെ വൈകുന്നേരം 4:30 മുതൽ നടക്കുന്ന നാവികാഭ്യാസ പ്രകടനങ്ങളിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയായി പങ്കെടുക്കും. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി ആഘോഷ പരിപാടികൾക്ക് ആതിഥേയത്വം വഹിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി. രാഷ്ട്രത്തിന്റെ അഭിമാനമായ വിമാനവാഹിനി കപ്പൽ INS വിക്രാന്ത് ആയിരിക്കും നാളെ ശംഖുമുഖത്ത് നടത്തുന്ന നാവിക അഭ്യാസ പ്രകടനത്തിലെ ഏറ്റവും വലിയ ആകർഷണം. 19 സുപ്രധാന യുദ്ധക്കപ്പലുകളും ഫൈറ്റർ, നിരീക്ഷണ വിഭാഗങ്ങളിലായുള്ള 32 വിമാനങ്ങളും ഹെലികോപ്റ്ററുകളുമായിരിക്കും ബുധനാഴ്ചത്തെ അഭ്യാസ പ്രകടനങ്ങളിൽ അണിനിരക്കുകയെന്ന് ദക്ഷിണ നാവിക കമാൻഡ് മേധാവി വൈസ് അഡ്മിറൽ സമീർ സക്സേന അറിയിച്ചു. രാഷ്ട്രത്തിന്റെ നാവിക ശക്തിയും പോരാട്ട വീര്യവും ഉയർത്തിക്കാട്ടുന്ന രീതിയിലാവും നാളെ രാഷ്ട്രപതിക്ക് മുന്നിൽ പ്രകടനങ്ങൾ. നാവികസേനാ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനായി നാളെ വൈകുന്നേരം തിരുവനന്തപുരത്തെത്തുന്ന രാഷ്ട്രപതി ലോക് ഭവനിൽ തങ്ങിയ ശേഷം മറ്റന്നാൾ രാവിലെ ഡൽഹിക്ക് മടങ്ങും. പരിപാടിയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിൽ നാളെ ഉച്ചയ്ക്ക് 12 മണി മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബ്രഹ്മോസ് എയ്റോസ്പേസിനായി തിരുവനന്തപുരത്തെ തുറന്ന ജയിലിന്റെ സ്ഥലം അനുവദിക്കാൻ കേരള സർക്കാരിന് സുപ്രീംകോടതിയുടെ അനുമതി. നെട്ടുകാൽത്തേരി തുറന്ന ജയിലിന്റെ 180 ഏക്കർ ഭൂമി ബ്രഹ്മോസിനും 45 ഏക്കർ സശസ്ത്ര സീമാബലിനും 32 ഏക്കർ ദേശീയ ഫോറൻസിക് സയൻസ് ലബോറട്ടറി സ്ഥാപിക്കാനും വിട്ടുനൽകാമെന്ന് കോടതി അറിയിച്ചു. വെർച്വൽ ക്യൂ വഴി ശബരിമലയിലേക്ക് വരുന്ന തീർത്ഥാടകർ ബുക്ക് ചെയ്ത ദിവസം തന്നെ ദർശനത്തിനെത്തണമെന്ന് സന്നിധാനം സ്പെഷ്യൽ പോലീസ് ഓഫീസർ. വേറെ ദിവസങ്ങളിൽ ടോക്കണുമായി എത്തുന്നത് തിരക്ക് നിയന്ത്രിക്കുന്നതിൽ പ്രയാസം സൃഷ്ടിക്കുന്നതായും അദ്ദേഹം അറിയിച്ചു. കഴിഞ്ഞ ദിവസം കോഴിക്കോട് അന്തരിച്ച കാനത്തിൽ ജമീല MLAയ്ക്ക് നാടിന്റെ യാത്രാമൊഴി. ഭൌതികദേഹം അത്തോളി കുനിയിൽ കടവ് ജുമാ മസ്ജിദ് ഖബറിസ്ഥാനിൽ ഖബറടക്കി. കൊയിലാണ്ടി ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വച്ച ഭൌതികദേഹത്തിൽ മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളുമടക്കം സമൂഹത്തിന്റെ നാനാതുറയിൽ നിന്നും നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി നാളെ പരിഗണിക്കും. അടച്ചിട്ട മുറിയിൽ വാദം കേൾക്കണമെന്നാണ് രാഹുലിന്റെ ആവശ്യം. കേസ് എടുക്കുന്നതിന് പിന്നാലെ ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിടികൂടുന്നതിനുള്ള ശ്രമം പോലീസ് ഊർജിതമാക്കി. തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് പരിശോധന തുടരുകയാണ്. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മറ്റൊരു യുവതി കൂടി പീഡന പരാതി നൽകി. KPCC പ്രസിഡന്റിന് ലഭിച്ച പരാതി 1 മണിക്കൂറിനുള്ളിൽ DGPക്ക് കൈമാറിയതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ അറിയിച്ചു. ചക്കുളത്തുകാവ് പൊങ്കാലയോടനുബന്ധിച്ച് തിരുവല്ല താലൂക്ക് പരിധിയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മറ്റന്നാൾ പ്രാദേശിക അവധി. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം നാളെ റായ്പൂരിൽ നടക്കും. ഉച്ചയ്ക്ക് 1:30-നാണ് കളി ആരംഭിക്കുക. റാഞ്ചിയിൽ നടന്ന ആദ്യ കളിയിൽ ദക്ഷിണാഫ്രിക്കയെ 17 റൺസിന് പരാജയപ്പെടുത്തിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. പത്തനംതിട്ട മൂഴിയാർ ഡാമിന്റെ ജലനിരപ്പ് റെഡ് അലർട്ട് പരിധിയിലെത്തിയതായും പരമാവധി ജലനിരപ്പ് എത്തിയാൽ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തുമെന്നും ജില്ലാ കളക്ടർ. കക്കാട്ടാറിന്റെ ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണം. ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 503 പോയിന്റ് താഴ്ന്ന് 85,138-ലും നിഫ്റ്റി 143 പോയിന്റ് ഇടിഞ്ഞ് 26,032-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 95,240 രൂപയും ഗ്രാമിന് 11,905 രൂപയുമാണ് ഇന്നത്തെ വില. മലേഷ്യ എയർലൈൻസ് തിരുവനന്തപുരം ക്വാലാലംപൂർ സർവീസ് എല്ലാ ദിവസവുമാക്കി വർദ്ധിപ്പിച്ചു. ഇതുവരെ ആഴ്ചയിൽ 5 ദിവസമാണ് സർവീസ് നടത്തിയിരുന്നത്. ഇതോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ക്വാലാലംപൂരിലേക്ക് ആഴ്ചയിൽ 11 സർവീസുകളാകും. മാതൃഭാഷയിൽ വിദ്യാഭ്യാസം ആർജിക്കുന്നതിന്റെ പ്രാധാന്യം വളരെ വലുതാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ ആദ്യ റെയിൽവേ മന്ത്രിയായും തുടർന്ന് ധനകാര്യമന്ത്രിയായും കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലറായും സേവനമനുഷ്ഠിച്ച ഡോക്ടർ ജോൺ മത്തായിയെക്കുറിച്ച് ശ്രീ ഭക്തിയാർ കെ ദാദാബായ് തയ്യാറാക്കിയ ഓണസ്റ്റ് ജോൺ എന്ന ജീവചരിത്ര ഗ്രന്ഥം പുറത്തിറക്കുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിലെ പ്രശ്നബാധിത ബൂത്തുകൾ നിർണയിച്ചതിൽ അപാകതയുണ്ടെന്നാരോപിച്ച് UDF നേതാക്കൾ. മുൻ തിരഞ്ഞെടുപ്പുകളിൽ സംഘർഷമുണ്ടായ പല ബൂത്തുകളും പ്രശ്നബാധിത ബൂത്തുകളുടെ ലിസ്റ്റിലില്ലെന്നും ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയതായും DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു. ഇടുക്കി കുട്ടിക്കാനം മരിയൻ കോളേജിൽ യൂത്ത് വോട്ടിംഗ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. തദ്ദേശ തിരഞ്ഞെടുപ്പ് ബോധവൽക്കരണ പരിപാടിയായ ലീപ്പും ഇടുക്കി ജില്ലാ ശുചിത്വ മിഷനും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ശീതകാല സമ്മേളനത്തിന്റെ 2ാം ദിവസവും പാർലമെന്റ് പ്രക്ഷുബ്ധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. മണിപ്പൂർ GST ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. വോട്ടിംഗ് മെഷീനുകളിലെ കാൻഡിഡേറ്റ് സെറ്റിംഗ് നാളെ മുതൽ. വോട്ടെടുപ്പ് ദിവസങ്ങളിൽ പൊതു അവധി പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ.
കേരളത്തിൽ SIR നടപടികൾ തുടരാമെന്ന സുപ്രീംകോടതി സമയപരിധി നീട്ടണമെന്ന ആവശ്യത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ 2 ദിവസത്തിനകം തീരുമാനമെടുക്കണമെന്നും നിർദ്ദേശം. നാവികസേനാ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ തിരുവനന്തപുരത്തെത്തും. പരിപാടിയുടെ മുന്നൊരുക്കങ്ങൾ ശംഖുമുഖത്ത് പൂർത്തിയായി. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം നാളെ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.